നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരമനുസരിച്ച് ഒക്കുറൻസ്, അതായത് പ്ലേസ് ഓഫ് ഒക്കുറൻസ് അത് കൊച്ചി തന്നെയാണ്. ആദ്യഘട്ടത്തിൽ അത് കോട്ടയമാണോ എന്ന് സംശയമുണ്ടായിരുന്നു. കാരണം ഈ ചിത്രത്തിന്റെ ചിത്രീകരണം അത് കോട്ടയത്തടക്കം നടക്കുന്നുണ്ട്. അപ്പൊ അവിടെയാണ് എന്ന ഒരു വിവരം വന്നിരുന്നു. പക്ഷേ നിലവിൽ നമുക്ക് ലഭ്യമാവുന്ന വിവരമനുസരിച്ച്, കമ്മീഷനിൽ സംസാരിക്കുന്ന വിവരമനുസരിച്ച് അത് കൊച്ചിയിൽ തന്നെയാണ് പ്ലേസ് ഓഫ് ഒക്കുറൻസ് ഉണ്ടായിട്ടുള്ളത്. അത് ഈ വർഷം ആദ്യം ജനുവരി മാസത്തോടു കൂടിയാണ് ഇത് നടന്നിട്ടുള്ളതെന്ന് നമുക്ക് ലഭ്യമാവുന്നുണ്ട്. അതിന് പിന്നാലെ ഈ പെൺകുട്ടി പരാതി നൽകിയിട്ടുണ്ട്. പരാതിയുടെ ഒരു സ്വഭാവം അത് പൂർണ്ണമായും വെളിപ്പെടുത്താൻ പറ്റില്ല. അത് കാരവനിലേക്ക് വിളിച്ചു വരുത്തി അപമര്യാദയായി പെരുമാറി എന്നുള്ളതാണ് ആ പരാതി എന്ന് നമുക്ക് മനസ്സിലാകുന്നു. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പ്രാഥമിക അന്വേഷണം നടത്തി കേസ് രജിസ്റ്റർ ചെയ്തത്. പിന്നാലെ പെൺകുട്ടിയുടെ മൊഴിയടക്കം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന്റെ വിശദാംശങ്ങളിലേക്ക്, പരാതിയുടെ വിശദാംശങ്ങളിലേക്കും ഒക്കെ പോകുന്നതിന് പരിമിതിയുണ്ട്. അത് പോലീസ് വളരെ ശ്രദ്ധാപൂർവ്വം തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. പരാതിയുടെ വിവരങ്ങളോ ഐഡന്റിറ്റിയോ ഒന്നും തന്നെ പുറത്തു പോകരുത് എന്ന നിർബന്ധ ബുദ്ധി പോലീസിനുണ്ട്. ഇത്രയും മാത്രം പറയുക എന്നുള്ളതാണ് ഈ VNS പ്രകാരം കേസുകളുടെ ഈ വകുപ്പുകളൊക്കെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. വളരെ ഗുരുതരമായ പരാതിയാണ്. പരാതിക്ക് കൃത്യമായ മെറിറ്റ് ഉണ്ട് എന്നാണ് പോലീസിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം. ഇനിയിപ്പോൾ ഇതിൽ ഒരു ഒറ്റ കാര്യത്തിൽ മാത്രമാണ് ക്ലാരിറ്റി വരാനുള്ളത്. രഞ്ജിത്തിനെ ഇന്ന് കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്യുമോ അതല്ലെങ്കിൽ നാളെ ഓപ്പൺ കോർട്ടിൽ പ്രൊഡ്യൂസ് ചെയ്യുമോ എന്നുള്ള കാര്യത്തിൽ അതിൽ അല്പസമയത്തിനകം തന്നെ ആ കാര്യത്തിലും ഒരു വ്യക്തത വരും. ഒരു പക്ഷേ രഞ്ജിത്ത് ഒരു ഇടവേളയ്ക്ക് ശേഷം മലയാള സിനിമയിലേക്ക് ഒരു സംരംഭവുമായി വരാൻ നിൽക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നിലനിൽക്കുന്ന ഇടയിലാണ് ഈ അറസ്റ്റ് സംഭവിച്ചിരിക്കുന്നത്. അത് ഒരുപക്ഷെ സിനിമാ മേഖലയിലുള്ളവർക്ക് വലിയ അത്ഭുതമൊന്നുമില്ല. കാരണം മുൻപ് സമാനമായ കേസുകളിലൊക്കെ പെട്ട ആളാണ്. അതുകൊണ്ട് അത്ര അത്ഭുതമൊന്നുമില്ല. പക്ഷേ ഇയാൾ നിരന്തരം ഇത്തരം കുറ്റകൃത്യത്തിൽ ഏർപ്പെടുന്നത് എന്തുകൊണ്ട് എന്ന ചോദ്യമായിരിക്കും നാളെ WCC അടക്കമുള്ള സംഘടനകൾ ഉയർത്താൻ പോകുന്നത്. നാളെ അവരുടെ പ്രതികരണമൊക്കെ വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഒപ്പം മറ്റ് സിനിമാ സംഘടനകൾ ഈ വിഷയത്തെ എങ്ങനെ സ്വീകരിക്കുന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ്. പ്രത്യേകിച്ച് പോസ്റ്റ് ഹേമ കമ്മിറ്റി പീരീഡിലാണ് നമ്മൾ നിൽക്കുന്നത്. ഹേമ കമ്മിറ്റി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ അതിന്റെ ഒരു ചർച്ച ചെയ്ത് പാർലമെന്റിൽ എത്തുകയും പിന്നീട് അതുമായി ബന്ധപ്പെട്ട കേസുകളൊക്കെ എടുത്ത് ഏറെക്കുറെ അത്തരം കാര്യങ്ങളൊക്കെ നിന്നു എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഘട്ടത്തിലാണ് വീണ്ടും ഒരു സിനിമാ സെറ്റിൽ വെച്ച് ഒരു നടിക്ക് ഇത്ര മോശം അനുഭവം ഉണ്ടാകുന്നത് എന്നുള്ള ഒരു പ്രശ്നം കൂടി ഇവിടെ നിൽക്കുന്നുണ്ട്. അതായത് സിനിമാ നിയമം സർക്കാർ കൊണ്ടുവരുന്നു, സിനിമയിൽ സ്ത്രീകൾക്ക് സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടി നടപടികൾ പാലിക്കുന്നു, ഓൺക്ലേവ് നടത്തുന്നു, ഒരു തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകില്ല എന്നുള്ള ഉറപ്പ്, സ്ത്രീകൾക്ക് വളരെ സുരക്ഷിത ഇടമാണ് സിനിമ എന്ന തരത്തിലുള്ള ഒരു നരേറ്റീവിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഒരു സിനിമാ സെറ്റിൽ വെച്ച് ഒരു സംവിധായകൻ തന്നെ അവിടത്തെ ഉണ്ടായിരുന്ന ഒരു നടിക്കെതിരെ ഒരു മോശം അനുഭവം നേരിടേണ്ടി വരുന്നത്. അത് അത്തരത്തിൽ ആ നരേറ്റീവിലേക്ക് കൂടി ഇന്നത്തെ ഈ സംഭവം അല്ലെങ്കിൽ ഈ അറസ്റ്റ് ചർച്ച ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് സിനിമാ നിയമം അല്ലെങ്കിൽ സിനിമാ നയം ഒക്കെ രൂപീകരിക്കാൻ സർക്കാർ തയ്യാറെടുത്തിരുന്ന ഒരു ഘട്ടത്തിലാണ് ഇങ്ങനെ വീണ്ടും ഈ അറസ്റ്റ് ഉണ്ടാകുന്നത്. ശ്രദ്ധേയമായ കാര്യമാണ് ദില്ല. ശരി, അങ്ങനെ സിനിമയ്ക്കകത്തും പുറത്തും ആ രീതിയിൽ സ്ത്രീപക്ഷ സമീപനങ്ങൾ, നിലപാടുകൾ പ്രഖ്യാപിച്ചിരുന്ന ഒരു സംവിധായകൻ കൂടിയാണ് ഇപ്പോൾ ഒരു യുവനടിയുടെ പരാതിയിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്നത് എന്നാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. പീഡന പരാതിയിൽ രഞ്ജിത്തിനെ അറസ്റ്റ് അത് ഔദ്യോഗികമായി രേഖപ്പെടുത്തേണ്ടതുണ്ട്. അപ്പോൾ തന്നെയും അദ്ദേഹം തൊടുപുഴ പോലീസ് സ്റ്റേഷനിലാണ്. ഉടൻ തന്നെ എറണാകുളത്തേക്ക് എത്തും. എറണാകുളത്താണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. യുവനടിയുടെ പരാതിയിൽ ഫോർട്ട് കൊച്ചിയിൽ ജനുവരിയിലായിരുന്നു, ഈ വർഷം ആദ്യം ജനുവരിയിലായിരുന്നു ഈ കേസിനാസ്പദമായ സംഭവം ഉണ്ടാകുന്നത്. ഈ 28-ാം തീയതി പോലീസിൽ പരാതി നൽകുന്നു. തുടർന്ന് 30-ാം തീയതി കേസെടുക്കുന്നു. തൊട്ടടുത്ത ദിവസം 31-ാം തീയതി അറസ്റ്റ്. ഈ രീതിയിൽ വളരെ സൂക്ഷ്മമായ, വളരെ കൃത്യതയോടെയുള്ള ഇടപെടൽ പോലീസിന്റെ ഭാഗത്ത് ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട്. വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.